ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞു മക്കളെ, ആരാധന അവസരത്തിലെ കൈകാൽ കാലഘട്ടം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണല്ലോ. സഭയുടെ വളർച്ചയെ സഭ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കൈത്ത എന്ന വാക്കിനർത്ഥം തന്നെ വളർച്ച എന്നാണ് അർത്ഥമാക്കുന്നത്. സ്ത്രീഹന്മാരുടെ കൈമാറുന്ന വിശ്വാസികളുടെ എപ്രകാരം നമ്മൾ ആസൂക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെ തന്നെ വിശകലനം നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടം തന്നെ മാറ്റിവെക്കുന്നതാണ് ആരാധന മഹോത്സവത്തിലെ കൈത്താൽ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ വിശ്വാസ വളർച്ചയിൽ നമ്മൾ എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട 3 വായനകളെയും. പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നത്, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുകയും അതോടൊപ്പം ദൈവകൽപ്പനകൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നന്മയുണ്ടാകും, ഐശ്വര്യമുണ്ടാകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ദൈവത്തെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ലേഖനഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയപ്പെടുകയാണ്, ഒരു തായ്ക്കല്ലിന്റെ വേര് എന്ന് പറയുന്നത് അടിയിലേക്ക് നിലനിൽക്കുന്നത് പോലെ, വേര് ഉറച്ചു നിൽക്കുന്നത് പോലെ തായ്ക്കല്ലിനോട് ചേർന്ന ശാഖകൾ നിൽക്കേണ്ടതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. തായ്ക്കല്ലിന് വേര് ഉറപ്പിച്ചു നിൽക്കുവാൻ കാരണമാകുന്നത് പോലെ ശാഖയ്ക്ക് തായ്ക്കല്ലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് ജീവനോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ബന്ധം കൂടി ഒന്നുകൂടി കൂട്ടി ഓർമ്മിക്കുന്ന രീതിയിലാണ് തിരുവചന ഭാഗം നമുക്കായി നൽകിയിരിക്കുന്നത്. അത് ഉദാഹരണത്തിലൂടെ ഒരു ശാഖയും തായ്ക്കല്ലും തമ്മിലുള്ള ബന്ധത്തോട് ഒന്നിച്ചുകൊണ്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭാമക്കളായ നമ്മൾക്ക് ദൈവത്തോടുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ശാഖ തായ്ക്കല്ല് ബന്ധം മൂലം പ്രത്യേകമായി ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് ഈ തായ്ക്കല്ലിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തായ്ക്കല്ലിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയില്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. അത് നിലത്ത് വീണു പോവുകയും ഉണങ്ങിപ്പോവുകയും നാമാവശേഷമായി പോവുകയും ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന തിരുവചനമാകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം ആവശ്യമായ വിശ്വാസ വളർച്ചയ്ക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളിലും ഇന്ന് വചനത്തിലൂടെ ഈശോ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് വചനത്തിലൂടെ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങൾ ദൃഢമായി പോലും ചിലപ്പോൾ ചില വെട്ടിയൊരുക്കലുകൾക്ക് നമ്മൾ വിധേയപ്പെട്ടു പോകേണ്ടി വരും എന്നുള്ള കാര്യം വചനം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും ദേവാലയ കാര്യങ്ങളിൽ 100% വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ ചില വെട്ടിയൊരുക്കലുകൾ എന്റെ ജീവിതത്തിൽ ആവശ്യമായി കഴിഞ്ഞാൽ അതിന് ദൈവം അനുവദിച്ചത് വരാം എന്നുള്ള കാര്യം കൂടി സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്പം നമ്മൾ ത്യാഗപൂർവം നിന്ന് കൊടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എന്തിനാണ് ഈ വെട്ടിയൊരുക്കൽ നൽകുന്നത് എന്നുള്ള കാര്യം കൂടി സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുകയില്ല, എന്നെ വെട്ടിയൊരുക്കുക എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അത് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം നൽകുവാൻ സാധിക്കാതെ ഈ ലോകത്ത് കടന്നു പോകാൻ ഇടവരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വേദനയും കഷ്ടപ്പാടുകളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ പറയുന്നത് കേട്ടില്ലേ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിനക്ക് വേണ്ടി മാത്രമായി ദൈവത്തിന്റെ കരങ്ങളിലൂടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കുവാനും ഓർമ്മിക്കുവാൻ അത് കാരണമാകട്ടെ. ഇപ്പോൾ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ
ഒരു ട്രെൻഡിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. ലോകം മുഴുവനും ആ ഒരു സ്വരമാണ് ഒഴുകിയിരിക്കുന്നത്. ചിലപ്പോൾ ചില ആരാധകരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ആവേശം കൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും. ഇനി ഫൈനൽ മത്സരത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അതിനുവേണ്ടി ഏത് കാര്യം പോലും മാറ്റിവെക്കുവാൻ പോലും തയ്യാറായിട്ടാണ് ഇന്ന് രാത്രി മുഴുവനും ഒരുപടി ജനങ്ങൾ ഉറക്കമനച്ചുകൊണ്ട് ഉണർന്നിരിക്കുവാൻ പോകുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിന്റെ ഒരു സെമി ഫൈനലിൽ ഏതാനും വേദികൾ മാത്രം ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള സെമി ഫൈനൽ നടക്കുന്ന സമയത്ത് അവസാനത്തെ 5 മിനിറ്റിന് മുമ്പ് വരെ എല്ലാവരും കുറിച്ചു വെച്ചു അർജന്റീന മരണമടഞ്ഞു, ഈ ഒരിക്കലും അർജന്റീന വേൾഡ് കപ്പിലെ ഫൈനലിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യം ലോകം വിധി എഴുതിയിരിക്കുന്ന സമയത്താണ് അവസാനത്തെ 5 മിനിറ്റ് വലിയ ഉയർത്തിരിപ്പോടുകൂടി ആ ഒരു ഗോൾ അവരെ നേടി വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന അവസാനത്തെ മിനിറ്റിൽ, അവസാനത്തെ സെക്കൻഡിൽ ഒരു ഉയർത്തിരിപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം, ദൈവത്തിൽ ഒരു കരസ്ഥം ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ അർജന്റീനയുടെ ഈ ഒരു ഗോളിൽ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അവര്. അതിലൊരു ആഘോഷം പോലും ഗാലറിയിൽ പോലും തിളങ്ങി നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. പക്ഷേ അതിനെയൊക്കെ അതിലെത്തിച്ചുകൊണ്ട്, അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അവർ ഉയരത്തിലേക്ക് വരുവാൻ കാരണമെന്ന് പറയുന്നത് അവരിൽ അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തന്നെ കാത്തിരിക്കുന്ന അനേകായിരങ്ങൾ ആരാധകരുണ്ട് എന്നുള്ള കാര്യം കൂടി അവരുടെ മനസ്സുകളിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ കൈകളിലേക്ക് കാലുകളിലേക്ക് അറിയാതെ ആവേശം കൊണ്ട് അവരുടെ കാൽപന്തുകളിലേക്ക് അവർ നടന്നുവെക്കുകയായിരുന്നു ചെയ്തത്. അത് ഗോളായി മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, രാത്രിയുടെ ഗ്രാമങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും ആവേശഭരിതമായി എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ വേൾഡ് കപ്പ് കാണുന്ന ഒരു വ്യക്തിയല്ല, എങ്കിൽ പോലും ഈ ഒരു ആവേശം എനിക്ക് പറഞ്ഞു കേട്ട അനുഭവം നൽകിയതുകൊണ്ട് ഞാനത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വേൾഡ് കപ്പിന് എതിരുമല്ല, സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു വിജയം സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ റേറ്റിംഗിലൊക്കെ ഞാൻ കാണുവാതിന്റെ പേരിലാണ് ഇത് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത്. പലരും പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നൽകി. കുരിശറിയാത്താണ് അവർ വിജയം വിളിച്ചതെന്നും ഏതാണ്ട് ഈ കളി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ മുഴുവൻ ആരോ കന്നവണം കളിച്ച് വിശദീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ വിജയം വരിക്കുന്നതെന്നും അവസാന നിമിഷമല്ലാതെ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇതുപോലെ വിജയം വരിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ചിന്തകളോടൊക്കെ നിറയ്ക്കുന്ന സോഷ്യൽ മീഡിയ മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ആരാധനാ വേദിയിലേക്ക് ഒന്നും പോകുവാൻ ഞാൻ കൂട്ടാകുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ഒരു അദൃശ്യമായ കരമുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്നതാണ് ഓരോ ഗോളും അവർ നേടിയെടുക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ ഗോളും നേടിക്കഴിയുമ്പോൾ അതിലെ പ്രധാന കളിക്കാരൻ പോലും അവൻ അവിടെ ആ ഗ്രൗണ്ടില് മുട്ടുകുത്തി കുരിശറിയാൻ വരയ്ക്കുന്നത് പോലും കാണികൾ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം അവൻ മാത്രമല്ല ലോകത്തിന് മുഴുവൻ സാക്ഷ്യം നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു അർജന്റീന ഫാനൊന്നുമല്ല, ഒരു ഇംഗ്ലണ്ടിന്റെ ഫാനല്ല. ഈ കൂടുതൽ കേൾക്കുന്നവർ ഇംഗ്ലണ്ടിന്റെ ഫാനാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ഒരേ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ, അത് ആധാരമുള്ള യേശു ക്രിസ്തു മാത്രമാണ് എന്റെ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഓരോ പുരോഹിതർക്കും ഒരേ ഒരു ക്രിസ്തു എന്ന ഫാൻ മാത്രമേ ഉള്ളൂ. അവനെ കണക്കാക്കിക്കൊണ്ടാണ് ഓരോ ദിവസം ഓരോ പുരോഹിതരെ ബലിയർപ്പിക്കുകയും ഓരോ ദിവസം മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രെൻഡ് ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നിത്യമുള്ള ജീവിത കാലഘട്ടങ്ങളിൽ പോലും എല്ലാം അവസാനിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പോ കരവോ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകത ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ
ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഫലം പ്രവർത്തിക്കാൻ കാരണമാകും എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 കൽപ്പനകളിൽ ഒന്നാണ് ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കണം എന്നുള്ള കാര്യം. ഇന്ന് നമുക്ക് യേശുവുമായിട്ടുള്ള കൃപാവരം ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മേഖല എന്ന് പറയുന്നത് കൂദാശകൾ വഴിയായിട്ടാണ്. ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ അവസാനത്തെ മരണം വരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് മുഴുവനും സഭയെ കൂദാശകൾ വഴിയായിട്ടാണ് എന്നുള്ള കാര്യം മറക്കാൻ ശ്രമിക്കാം. ഒരു കുഞ്ഞ് അതിന്റെ ജനനം മുതൽ അവസാന നിമിഷം ഈ ദേവാലയത്തിൽ നിന്ന് സിമട്രിയിലേക്ക് കൊണ്ടുപോകുന്നതോടും വരെയുള്ള സമയം വരെ ദേവാലയവുമായുള്ള ബന്ധത്തിലാണ് അവനായിരിക്കുന്നത് എന്നുള്ള കാര്യം. ഈ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയും, വിശുദ്ധ വെളിയിൽ നിന്നാണ് അവൻ കൃപാവരങ്ങൾ കൂടുതലായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു കൂദാശയും ഞാൻ വിലമതിച്ച് കാണുന്നില്ല. എങ്കിലും കൂദാശയായ വിശുദ്ധമായി അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ മാഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ട് അതിലും തീരുവയിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഈ മണിക്കുളം ഇടവകയിൽ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ മാനദണ്ഡം പറയുന്നത് ഞായറാഴ്ച എങ്കിലും ദൈവത്തോടുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുവാനും കൃപാവരങ്ങൾ സ്വീകരിക്കുവാനും ഇടവക ദേവാലയത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുവാൻ സാധിക്കട്ടെ. അവസാനം നമ്മൾ അന്തി ഉറങ്ങേണ്ടതും ഈ ദേവാലയം കേന്ദ്രീകരിച്ചാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അതുകൊണ്ട് ദേവാലയത്തോട് എനിക്കൊരു കടപ്പാടും കടമയും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കുന്നതായിരിക്കണം. കുറവുകളൊക്കെയുള്ള ഇടവകളായിരിക്കാം. നമ്മുടെ മണിക്കുളം ഇടവക ഗ്രാമപ്രദേശത്തുള്ള സന്താന ഇടവകയാണ്. എങ്കിൽ പോലും ആ കുറവുകളോടുകൂടി എന്റെ ഇടവകയാവുന്ന ഈ ഒരു കുടുംബത്തെ സ്നേഹിക്കുകയും ആ കുടുംബത്തിലെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ബന്ധം സുദൃഢമാകുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നൽകുന്ന 3 മൈലുകളും സ്വീകരിച്ചുകൊണ്ട് ഈ കൈത്താക്കാലം നമുക്ക് അനുഗ്രഹപ്രദമാക്കാം. ദൈവത്തോടുള്ള ആ വലിയ ബന്ധം കൂദാശകൾ വഴിയായിട്ട് നമുക്ക് വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കട്ടെ. ദൈവത്തിന്റെ അദൃശ്യമായ കൃപാവരം നമുക്ക് ഓരോ കൂദാശകളിലും ഈ പരിശുദ്ധമായി ലഭിക്കുന്നവരുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ